തിളക്കം SSLC +2 വിദ്യാർത്ഥികളെ ആദരിച്ചു. തെക്കുംപാടം 10ാം വാർഡ് മെമ്പർ കൃഷ്ണേന്ദു പ്രശാന്തിന്റെ നേതൃത്വത്തിൽ തിളക്കം 2026 എന്ന പേരിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും വാർഡിലെ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന പരിപാടിയായിരുന്നു തിളക്കം. പഞ്ചായത്ത് അംഗം കൃഷ്ണേന്ദു പ്രശാന്ത് ഭദ്രദീപം തെളിയിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കല്ലിടുക്ക് അടിപ്പാതയ്ക്കായി നിയമസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സുഭാഷ് കല്ലിടുക്കിനെയും ഇന്റർനാഷണൽ കരാട്ടെ മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ഋഷികേശിനെയും ചടങ്ങിൽ ആദരിച്ചു. സേവാഭാരതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS പീതാംബരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘ ജില്ലാ സഹസേവ പ്രമുഖ് അനിൽ ഖോദൂർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതീഷ് കുണ്ടുവാറ, ബിനു നാരായണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വാർഡ് വികസന സമിതി അംഗം ജയൻ കണ്ടംപുള്ളി സ്വാഗതവും BJP ബൂത്ത് പ്രസിഡന്റ് ബിജു കൊല്ലമറ്റം നന്ദിയും പറഞ്ഞു. വിജയികൾക്കെല്ലാവർക്കും മെമ്പർ മെമ്മന്റോ നൽകി ആദരിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു. പിന്നെ കരാട്ടയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ ഋഷികേശിന് വളരെയധികം അനുമോദനം നടത്തുന്നു. പിന്നെ നമ്മുടെ സുഭാഷ് ഏട്ടൻ കല്ലിടുക്കിലെ അടിപ്പാത നമുക്ക് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു. സുഭാഷ് ഏട്ടനെയും ഒരുപാട് അഭിനന്ദിക്കുന്നു. ഇതുപോലെ തന്നെ കുറച്ചു കാലം മുമ്പൊക്കെ നമ്മൾ കുട്ടികൾ അത്ര കേട്ടിട്ടുണ്ടായിരിക്കും, മുതിർന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ രാജ്യം, ഭാരതം എന്ന് പറയുന്ന രണ്ടാമത്തെ രാജ്യം. ഇപ്പൊ അത് ഒന്നാമതായി. അപ്പൊ അന്നൊക്കെ നമ്മൾ ഈ ജനങ്ങള് ഇത്രയധികം ജനങ്ങളായ എങ്ങനെ ശരിയാവുക, ഇവരെയൊക്കെ എങ്ങനെയാ തീറ്റിപ്പോയിട്ട്, ഇവർക്കൊക്കെ എങ്ങനെയാ വീട്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ സമ്പത്ത് ജനങ്ങളെ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അധികം മുന്നൊന്നല്ല, അവിടുത്തെ ഒരു 10-15 വർഷം മുമ്പ് വരെ ജനങ്ങളൊരു ബാധ്യത എന്ന തരത്തില് പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു പൊതു അവലോകനം എന്നൊക്കെ പറയുന്ന മാതിരി എല്ലാവരും അങ്ങനെ പറഞ്ഞാണ് നമ്മുടെ രാജ്യത്താണ് കൂടുതൽ ജനങ്ങൾ, അതൊരു മോശമായിട്ടൊക്കെ കണക്കാക്കിയിരുന്നു. സത്യത്തിൽ അതൊരു മോശമല്ല. ഇപ്പോ കുറച്ച് കാലങ്ങളായിട്ട് ഇത് നമ്മൾ നേട്ടമായിട്ടാണ് കാണുന്നത്, വലിയ നേട്ട. കാരണം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ സമ്പത്താണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാടിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും.